ഇനി നിങ്ങളെല്ലാവരും കാണാൻ കാത്തുകാത്തിരുന്ന അക്കരക്കൂട്ടം. ഇല്ല, ഞാനേ ബിസി ആയിരിക്കും. ഇപ്പൊ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അതെ 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 നമ്മളെ പിന്നെ അപ്പന്റെ കൂട്ടുകാരന്. അപ്പൊ ഞാൻ അവര് പോയി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ശരി. ഓക്കെ. ജോണക്കുട്ടി, മോനെ എങ്ങനെയുണ്ട്? അപ്പനിത് എന്നാത്തിന്റെ കേടായത്? ആ ചെറുക്കനെങ്ങാണോ ഇനി കണ്ടാ മതി. കഴിഞ്ഞ ആഴ്ച $450 കൊടുത്ത് വാങ്ങിച്ച ഷൂസാ അതുടനെ വലിച്ചു കയറ്റിയിട്ടിരിക്കുന്നു. അതിങ്ങോട്ട് ഒരിക്കും. അപ്പന അവളുടെ എടാ മോനെ, നീ പറഞ്ഞില്ലോടാ അവര് വരുമ്പോ വൃത്തിയായിട്ട് ഇരിക്കണമെന്ന്. അതിനിങ്ങനെ കോപ്രായം കാണിച്ചോണ്ടിരിക്കണമെന്നല്ല, ഇത് പിള്ളേരിടുന്ന ഷൂ. അപ്പ ഞാൻ ഒരു കാര്യം പറയും. ഊണിന് മുമ്പ് ഒരു സ്മോള് തരും, പക്ഷെ അത് അടിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യമൊന്നും വിളമ്പരും. മോനെ, ഞാൻ ഇല്ലാത്ത ഒന്നും പറയത്തില്ലടാ മോനെ. നിന്നെ ഞാൻ നാണക്കെടുക്കും കൂടെ. അതെങ്ങനെയാ? വെള്ളം അടിച്ച ഉടനെ എന്റെ വീട്ടുകാരെ ചീത്ത പറയാൻ തുടങ്ങും. ഇല്ലാത്തതും ഉള്ളതും ഒന്നും പറയണ്ട. ഓക്കെ, നമ്മുടെ നാട്ടിൽ എങ്ങനെ കഴിഞ്ഞാലും ഇവിടെ നമ്മളിപ്പോ ആഢ്യത്വം ഉള്ളവരാ. അപ്പന്റെ അപ്പം നമ്പൂരിയാന്നാ ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓ, കണ്ടേച്ചാലും മതി. എന്താ ഞാൻ അവിടെ അപ്പനാണെന്ന് പറഞ്ഞപ്പോഴായിരുന്നു. അതാരാണെന്ന് അവക്കും അറിയത്തില്ലല്ലോ. എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞു? നീ വല്ലതും പറഞ്ഞ മോനെ? നിങ്ങൾ രണ്ടുപേരും നിർത്തിക്കേ. അവര് വന്നെന്ന് തോന്നുന്നു. അത് ഊരിയില്ലേ അപ്പച്ച? ഇതിങ്ങോട്ട് പോരുന്നില്ലല്ലോ. യോണിക്കുട്ടി പോനെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. കർത്താവേ, ഈ ഭവനത്തിലേക്ക് വേണ്ട അപ്പവും മുട്ടക്കറിയും വീഞ്ഞും കൂടെ ആയിക്കൊള്ളട്ടെ. ഇങ്ങോട്ട് കേറി വാ കുഞ്ഞുഞ്ഞേ. എത്ര കാലമായടാ കുഞ്ഞുഞ്ഞെ നിന്നെ കണ്ടിട്ട്. വാ 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 വാ. മർത്തമ്മക്കാരൻ അമേരിക്കയിൽ വന്ന് വെന്തിക്കോസായി. അപ്പൊ അമേരിക്ക വന്ന് വല്ല സമ്പാദിച്ച് കാണുമല്ലോ. പ്രേക്ഷിത പ്രവൃത്തിയിലൂടെ നമ്മുടെ മനസ്സാണ് സമ്പന്നമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താ വരാഞ്ഞത്? അവള് വരാനായിട്ടല്ല ഒരുങ്ങിയതാ. അന്നേരം ആ ജോലിന്ന് വിളിച്ച്, അതും ഓവർ ടൈം. അവിടെ അപ്പം മരിക്കാൻ കിടന്നെന്ന് പറഞ്ഞാൽ ഓവർ ടൈം എന്ന് കേട്ട് കഴിഞ്ഞാൽ അവൾ അപ്പം പൊക്കോളാം. ഞാൻ മീൻ പറഞ്ഞു കഴിഞ്ഞു. കോഴിക്കുഞ്ഞെ ഓട്ടം എടുക്കുന്നു. ഞങ്ങള് നല്ല ബന്ധിക്കോസുകാരാ. ശരി കേട്ടെ, വാ നമുക്ക് അങ്ങോട്ടിരിക്കാം. വാ. ജോണിക്കുട്ടിയെ, ഊണിന് മുമ്പ് കുടിക്കാൻ വല്ലതും? കുഞ്ഞിന് കൊടറാവോ ഒന്ന്? പാപ്പിച്ചേട്ടാ, ഈ സാത്താന്റെ പാനീയം കുടിക്കുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? പ്രൈസ് ദി ലോർഡ്. ഊവേ കുഞ്ഞുഞ്ഞെ, നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ടുപേരും എരവേരു കാളച്ചന്തയും കഴിഞ്ഞ് ഇടയാടി ഷാപ്പിൽ കയറി 2 എണ്ണം വിട്ട് സൈക്കിളെ കയറി പോയത്
അന്ന് നിനക്കേ ആനമയ്ക്കായിരുന്നു ഇഷ്ടം, വേറൊന്നും അടിച്ച് ഏക്കത്തില്ലായിരുന്നടാവേ. കുഞ്ഞുഞ്ഞെ, നിന്നെ ഞാൻ കുറ്റം പറയത്തില്ല. പിന്നെ പെന്തിക്കോസിൽ ചേർന്നോണ്ടേ മോനെ അമേരിക്കയിലേക്കാനും പറ്റി, പിന്നെ വല്ലതൊക്കെ ഉണ്ടാക്കാനും. പാപ്പിച്ചേട്ടാ, ആത്മാവിനെ സമ്പന്നമാക്കാനാണ് ഞാൻ പണിപ്പെടുന്നത്, കർത്താവ് കാണിച്ച വഴികളിലൂടെ. പ്രൈസ് ദ ലോർഡ്. ഓ, എത്ര നല്ല മനുഷ്യൻ. പാപ്പിച്ചേട്ടാ, വിശ്വാസമുണ്ടെങ്കിലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അത്ഭുതം ഞാൻ പറയാം. ഓ, അങ്ങനെ ഒന്നുണ്ടായോ? പറ 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 കേക്കട്ടെ. ഞാൻ പള്ളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മോനും മോളും പറഞ്ഞു കടയിൽ കയറിയിട്ട് പോകാമെന്ന്. അവർ നടന്ന് നമ്മുടെ ആ ഡിസ്കൗണ്ട് ഗ്രോസറിലോട്ട് കയറിപ്പോയി. ഞാൻ ചെന്നപ്പോഴത്തേക്കും കടയുടെ കഥ അങ്ങ് അടഞ്ഞുപോയി. സമീപത്ത് ആരുമില്ല. എനിക്കാണ് ഇംഗ്ലീഷും അറിയില്ല. ഞാൻ ഒട്ടും വിട്ടില്ല. ആഹാ, ചേടാ, ഇതാ പിള്ളേരങ്ങ് കയറിപ്പോയോ? കർത്താവ്, ഇത് തുറക്കാനും പറ്റത്തില്ലല്ലോ. ഇവിടെയൊട്ട് ആരെയും കാണുന്നുമില്ല. ഗലീല അക്കടൽ രണ്ടായി പിളർത്തിയ ദൈവമേ, ഈ ദാസന്റെ മുമ്പിൽ അടഞ്ഞുപോയ വാതിലിനെ തുറക്കണമേ. പ്രൈസ് ദ ലോർഡ്. ദേ, വീണ്ടും കുളിര് കോരുന്നു. എനിക്ക് ചൊറിഞ്ഞു വരുന്നു. Give me a break. ഒരു ചിന്ന break. We'll be back soon. Discount Grocers, Stafford, Texas. Fresh vegetables, fish, halal meat, frozen foodstuff, കൂടാതെ എല്ലാവിധ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസും മിതമായ വിലയിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ടെക്സസിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്. ഫോൺ 281-261-8950. Discount Grocers, Stafford, Texas. Reflection Media, Houston, Texas. Professional people with latest professional equipments. We do high-definition videos and photography for weddings, engagement, birthday, baptism, and all other occasions in anywhere in US, Canada, and Mexico. Family portraits in affordable prices. Passport photo in 5 minutes. Please call Khalid Taliesin, 832-476-8777. Reflection Media, Houston, Texas. അല്ല കുഞ്ഞുഞ്ഞൻ, നിന്റെ അപ്പനെ മാറ്റി നീ അത് ആരുടെ നമ്പൂതിരിമാരെ അപ്പനാക്കിയെന്നൊക്കെ ഇങ്ങനെ കയറുന്ന കേട്ടല്ലോ. കുടുംബം പുലിയോർമറ്റത്തോട്ട് മാറ്റിയോ? അതെ ചേട്ടാ, മോൻ നാട്ടിൽ വന്നപ്പം അവന് കുടുംബചരിത്രം എഴുതിപ്പിക്കണമെന്നൊരു നിർബന്ധം. അങ്ങനെ എഴുതിപ്പിച്ചപ്പോഴല്ലേ അറിയുന്നത് എൻ്റെ അപ്പൻ്റെ അപ്പൻ പുലയോർമറ്റം കുടുംബത്തിൽ നിന്നാണ്. മോനെ ജോണിക്കുട്ടി, അപ്പൻ ഒരെണ്ണം കുടിഞ്ഞു ഒഴിയടാ, അല്ലേ അപ്പൻ ഇതൊന്നും ദഹിക്കില്ലടാ. ആ കുഞ്ഞുനെ, നിന്റെ അപ്പൻ്റെ അപ്പൻ നമ്പൂതിരിയാണെന്നല്ലേ? അതെ അതെ, പ്രൈസ് ദ ലോർഡ്. അപ്പം പറഞ്ഞു വരുമ്പോൾ നട്ടല് വേണം തന്തയ്ക്ക് പറഞ്ഞതെന്ന് പറയാൻ. നിന്നെ കണ്ട നമ്പൂതിരിയാണെന്നാലും പറയാൻ പോണം. വിശ്വസിക്കാവുന്ന കാര്യം വേണം വല്ലതും പറയാൻ കേട്ടോ. കഷ്ടപ്പെട്ട് 10 എണ്ണത്തിനെ വളർത്തി വിട്ട നിന്റെ അപ്പൻ നല്ലൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിന് പകരം ഞാമ്പൂരിയാന്ന്. എത്ര പണക്കാരനായാലും എത്ര വിശ്വാസിയായാലും സ്വന്തം അപ്പനെയും വല്യപ്പനെയും തള്ളിപ്പറയുന്ന നീ ക്രിസ്ത്യാനി പോയിട്ട് മനുഷ്യനാണോടാ? അതെ അതെ പാപ്പിച്ചേട്ടാ. വേഷം പലതും കേട്ടാ, പക്ഷെ എന്റെ അടുത്ത് ഈ വേഷം കിട്ടലിന്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. പാപ്പിച്ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. നാട്ടിലെ എൻ്റെ അവസ്ഥ അങ്ങനെയായി പോയി. പെമ്മക്കൾക്ക് 4 പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിൽ നിന്ന് അതൊക്കെ ഒന്ന് വീട്ടാവല്ലോ എന്ന് കരുതിയാണ്. എടാ, അതാ അന്തസ്. അത് നേരത്തെ നിനക്കങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. കുഞ്ഞുഞ്ഞെ, നമുക്കതെല്ലാം മറക്കാം. നമുക്കൊരു നിമിഷത്തേക്ക് നമ്മുടെ പഴയ കാലത്തേക്കൊന്ന് പോവാം. ജോണിക്കുട്ടി, ഒരു ഗ്ലാസ് ഒടിഞ്ഞ് പോരട്ടാ. അപ്പാ
കുഞ്ഞുഞ്ഞെ ഇതങ്ങോട്ട് പിടിയടാ. അങ്ങോട്ട് എടുക്കടാ. കണ്ടില്ലേ, ഒരു മനുഷ്യൻ നന്നാകാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഈ അപ്പാപ്പൻ്റെ ഒരു കാര്യം. whatever. ഈ ഇടവിട്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഒരു സൂപ്പർ ഡൂപ്പർ എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, മർഹബ.